ഓക്കെ അല്ലേ അച്ഛോ? കൊള്ളാം കൊള്ളാം. എന്നതാ അതിന്റെ പേര്? അനിൽ. നായരാന്നോ? അല്ല, ക്രിസ്ത്യാനിയാ. അനിൽ ആൻഡോ. ആൻഡോ ആണോ? എന്നാ പിന്നെ കാപ്പി കുടിച്ചു പോയാ മതി. വേണ്ടച്ചോ, വേറെ ഉണ്ട് 2-3 വർക്കേ. അച്ചോ, എന്നതാടാ? ആ ഡാറിയം വന്ന് നിൽപ്പുണ്ട്. ദേ വരുന്നു. അയ്യോ വേണ്ടച്ചോ, ഞാൻ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം. ഇരിക്കട്ടെ, ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിലൊക്കെ വരണം. ഓ ആയിക്കോട്ടെ, പോട്ടെ ചോ. എന്താടാ ഡാർവിനെ പതിവില്ലാതെ പള്ളിയിലേക്ക്? സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അത് കൊള്ളാമല്ലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. വേറൊന്നുമല്ല അച്ഛാ, നമ്മുടെ പുണ്യാളന്റെ പള്ളി ഇങ്ങനെ കിടന്നാ മതിയാ. നിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങണം അച്ഛാ. ആ റിസോർട്ടുകാരൻ മാപ്പിള സ്റ്റേ ഒന്ന് പിൻവലിക്കണ്ടായോടാ? അച്ഛാ, മാപ്പിളയുടെ ഷട്ടിടുന്ന ആരെയൊക്കെ ഞാനേറ്റ് പള്ളി പണി എന്ന് തുടങ്ങാൻ പറ്റുന്ന അച്ഛനിങ്ങാട് പറഞ്ഞാ മതി. അല്ല, നിനക്കെന്താടാ ഡാർവിൻ ഇപ്പോഴിങ്ങനെ തോന്നാൻ? അത് നേര് പറഞ്ഞ ഞാൻ നമ്മുടെ പുണ്യാളിനെ സ്വപ്നം കണ്ടച്ചാ. ഡാർവിനെ, ഇനി നീ നന്മയുടെ വഴിക്കടെ സഞ്ചരിക്കണമെന്ന് പുണ്യാളൻ എന്നോട് പറഞ്ഞു. ഞാനിപ്പോ പഴയ ഡാർവിനല്ല അച്ഛാ. എന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് എനിക്ക് എന്റെ കാശ് കൊണ്ട് തന്നെ നമ്മുടെ പുണ്യാളിന്റെ പള്ളി പണിയുന്നു. അതെന്റെ ഒരു നേർച്ചയാണ് അച്ഛാ പുണ്യാളിനോട്. അല്ലച്ചോ, ഈ ഡാർവിന് ദർശനം കിട്ടിയെന്ന് പറയുന്നതൊക്കെ ഉള്ളതാണോ? ആർക്കറിയാം. അല്ല, അച്ഛന് ദർശനം കിട്ടിയിട്ടുണ്ടോ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്ക് ദർശനം കിട്ടിയ കാര്യമോ അതോ ഡാർവിന് ദർശനം കിട്ടിയ കാര്യമോ? ഞാൻ പിന്നെ പുണ്യാളെ കാണാതിരിക്കൂടാ മണ്ട. ഏതായാലും പണി നടക്കട്ടെ. അച്ഛോ, ഈ ഗൊറില്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് താളം പിടിക്കണ്ടല്ലോ. ആൻസർ ടീച്ചറായിട്ട് എന്തോ ഒരു പാട്ട് കുർബാന നടക്കണ്ടോ? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. നീ എന്താടാ ഇവിടെ നിൽക്കുന്നേ? പണി നടക്കുന്ന അവിടെ ഇല്ലയോ? അതാ അവര് പണിതോളൂ അച്ഛാ. പൊടി പൊടി പപ്പടം, കണ്ണുള്ള പപ്പടം, കവിളുള്ള പപ്പടം, അമ്മ കാച്ചും പപ്പടം, താഴെ വീണു പോയി. ഓട്ടോ സ്റ്റാർട്ട് ഇവിടെ കയ്യിലുണ്ടല്ലോ.
സാറേ, ഇവനാ സാറേ എന്റെ ഭാര്യയുടെ മകൻ. ഇവൻ എന്റെ കുഞ്ഞിനെ കൊന്ന്. എന്താടാ ഇവിടെ? സാർ, ഇവൻ കാരണ സാർ എന്റെ കുഞ്ഞ് മരിച്ചത്. അവനെ പുറത്ത് കേടുകളോ? നീ ആരടാ ഇവനെ ഇടിക്കാൻ? എന്റെ കുഞ്ഞ്. ഞങ്ങൾ പിന്നെ ചെരക്കാടാ ഇവിടെ ഇരിക്കുന്നത്. ഇടിച്ചതിന്റെ എന്തുവാടാ ഇത്? നീ വന്നേ. സാറേ, സാറേ, ഒന്നും പറയാനില്ല. അവിടെ ഇരിക്കേ. ഡാർവിൻ്റെ അനിയനാ ഡിക്സൺ. ഇനി ഒരുത്തനൂടെ ഉണ്ട്, വില്ലി. എടാ, ഈ ഡാർവിനും കൂട്ടരും ഭയങ്കര കുഴപ്പക്കാരാടാ. നമുക്കിതങ്ങ് വിട്ടേക്കാടാ. ആ ഡിക്സന് വട്ടാന്ന് എല്ലാവരും പറയുന്നു. വട്ടണ്ടെന്ന് പറഞ്ഞ് എന്റെ പാപ്പ, ഇവനിത് എന്തിന്റെ ഇവരെ ഞാൻ എന്തോ ചെയ്യണ്ടേ? വിസ വന്നിട്ട് 1.5 മാസമായി. അവൻ എന്നിട്ട് ഇവിടെ കറങ്ങടക്കി എപ്പോഴും. ഈ കേസ് ഞാൻ ചാർജ് ചെയ്താറുണ്ടല്ലോ, ഇവൻ ദുബായ് പോയിട്ട് മട്ടാഞ്ചേരി സബ് ജയിലിലെ പുറലോകം പോലും കാണത്തില്ല. പറഞ്ഞേക്കാം. നിനക്ക് പൈസ വേണി എന്നോട് ചോദിച്ചാ പറയടാ അമ്മായി. എന്റെ അനിയൻ തന്നെ ആണോടാ നീ? ജാക്സൺ, ഞാനിവനെ കൊണ്ടുപോവേണം. അച്ഛാ, ഇവനാണ്. ഇവനെന്റെ അനിയനാണ്. ഇവനെ നീ പഞ്ഞിക്കിട്ട് അത് ഞാൻ വിട്ടേക്കണം. ഇതുകൊണ്ടുപോയി നിന്റെ പെണ്ണുമ്പിള്ളക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുക്കും. അവനാളെ മനസ്സിലാകത്തോണ്ട. ഇനി അതുണ്ടാവൂല. നീ തീർന്നാ മനസ്സിലാക്കി.
വലിയ ഡാർവിനാണ് ഡോണാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടവന്റെ ഇടിയും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് അവനെ കൊല്ലണം. നിങ്ങൾ കണ്ടോ, ഇന്ന് രാത്രിക്ക് പോണി ഞാൻ പണിതിരിക്കും. രാവിലെ 8 മണിക്കത്തെ ഫ്ലൈറ്റിന് ഇവിടുന്ന് പടിയായിക്കോ. അവനെ നീ പണിയുണ്ടോ? ഞാൻ പണിതോളാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണക്ക, തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ. അനിലിന്റെ നാടെവിടെയാ? കൊട്ടാരക്കര. ഡാർവിന്റെ ഒരു അപ്പാപ്പനുണ്ട്, പോക്കറ്റടി പീറ്റർ. അയാളുടെ രീതിയാണിത്, എതിരാളികളെ മോഷണം ചെയ്ത് പീഡിപ്പിക്കുന്നത്. കാരണവന്മാരത് നേരിട്ട് ചെയ്തു, ഡാർവിൻ അത് ആൾക്കാരെ വിട്ട് ചെയ്യിക്കുന്നു. ഒരു കണക്കിന് അയാൾ ഇങ്ങനെ പകവട്ടുന്നൊരു ഭാഗ്യമാണ്. ജീവനോടെ ഉണ്ടല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യും, തിരിച്ച് നാട്ടിലേക്ക് വെക്കോ, അതാ നല്ലത്. ഡാർവിന്റെ ബന്ധുവാ എസ്.എ. ജാക്സൺ. ഹാഷിറെ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. ഇവിടെ നീ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. എസ്.ഐ. ജാക്സൺ മാത്രമല്ല, വേറെ പോലീസുകാരല്ലേ ഇവിടെ? നമുക്ക് ആ കമ്മീഷൻ കണ്ട് നേരിട്ട് പരാതി കൊടുക്കടാ. ഡാ, നിനക്കെന്നാ വട്ടുണ്ടോ? ആ ഡാർവിനെ പണിക്കിട്ട് നമുക്കിവിടെ കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്. എടാ, ഇത് നിനക്കാണ് വന്നിരുന്നെങ്കിലോ? അപ്പോഴും പറയൂ എങ്ങനെ തന്നെ. എന്നാ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാം, അതാ നല്ലത്. ഹാഷറെ, വണ്ടി നിർത്ത്. എന്താടാ? വണ്ടി നിർത്താൻ. ഡേയ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് പ്രശ്നം സംഭവിച്ചാലും അതെന്റെ മാത്രം പ്രശ്നങ്ങളാ. നിങ്ങൾ ആരും അതിൽ ഇടപെടണ്ട. എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഞാൻ സമ്മതിക്കില്ല. വണ്ടി കടറേ. ശരിയാത്തില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങൾ ആരും എൻ്റെ പുറകെ വരരുത്. വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. എവിടെയെങ്കിലും ഒരിടത്ത് ബോധത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. എസ്.ഐ. ജാക്സൺ പറഞ്ഞതുപോലെ സംഭവിച്ചു. അനിലിന്റെ വീട്ടിൽ വീണ്ടും മോഷണം നടന്നു. ഉള്ളിലെവിടെയോ സൂക്ഷിച്ചിരുന്ന ഒരല്പം ഭയം അന്ന് ആ മോഷണത്തോടെ അവന് നഷ്ടമായി. മുന്നിൽ തെളിഞ്ഞത് ഒരു വഴി മാത്രം. ഹരിഹര സുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പ. മോഷണം ഇനിയും നടക്കും. ഡാർവിനോട് നേരിട്ട് മുട്ടാൻ നിന്നെ കൊണ്ട് പറ്റിയില്ല. അയ്യപ്പണ, അതുകൊണ്ടല്ല അയ്യപ്പനെ തേടി ഇങ്ങോട്ട് വന്നത്. ഓ, അത് ശരിയാണല്ലോ. നമുക്ക് അവർ തലയൊക്കെ എടുത്താലോ? തല അതൊന്നും വേണ്ട. എന്നാ പിന്നെ കാല് രണ്ടും വെട്ടിക്കളഞ്ഞേക്കാം. അതും വേണ്ട. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അയാളുടെ ഉറക്കം പോണം. അയാളെ എനിക്ക് മാനസികമായിട്ട് പീഡിപ്പിക്കണം. സംതിങ് ഡിഫറെന്റ്. ഉറക്കം പോണം, മാനസികമായിട്ട് പീഡിപ്പിക്കണം. അതെ, അത് നടക്കത്തില്ല. അയ്യപ്പണ വിചാരിച്ച നടക്കും. നടക്കും. എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യാം. അത് നല്ല ഇറക്ക. എന്ത് തരും? ഓനെന്ത് തരാനാ? ഓൻ്റെ അടുത്തുള്ള ഒന്നായിട്ട് മറ്റോ കൊണ്ടുപോയില്ലേ? ഓ, അത് ശരിയാണല്ലോ. മാനസികമായിട്ട് പീഡിപ്പിക്കാം, ഉറക്കവും കളയാം, പിന്നെ നീ എങ്ങോട്ടേലും പോയിക്കോണം. അല്ല ഇറക്ക, എവിടെ പോലും ജീവിക്കണ്ടേ? ജീവിക്കാൻ കാശ് വേണ്ടേ? ഡാർവിൻ്റെ ഞാനൊരു 10 ലക്ഷം രൂപ അങ്ങ് വാങ്ങിച്ചു തരാം. അതിനൊരു 5 അല്ല 1 ലക്ഷം രൂപ എനിക്ക് വരുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, പക്ഷെ 10 ലക്ഷം രൂപയൊക്കെ ഡാർവിൻ്റെ എങ്ങനെ വാങ്ങിച്ചെടുക്കും? അതാണ് അയ്യപ്പൻ സ്പെഷ്യൽ.
കിഡ്നാപ്പിംഗ്. ഡാർവിന്റെ മകൾ സ്റ്റെഫി, അവളെ നമ്മൾ പുട്ടുപോലെ കിഡ്നാപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡാർവിനെ വിളിക്കുന്നു, 10 ലക്ഷം രൂപ ചോദിക്കുന്നു. ഡാർവിന്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്താൽ ഉറപ്പായിട്ടും അവന്റെ മനസ്സമാനം പോകും. പിന്നെ അവന് ഉറങ്ങാനും പറ്റിയല്ല, നമുക്ക് കാശും കിട്ടും. ഓക്കെ അല്ലേ? ആ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഹലോ ധർമ്മൻ, ഓവർ. കുട്ടികൾ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ. കുട്ടികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഡാർവിന്റെ കുട്ടിയില്ല. ഓവർ. നീ ഒന്ന് അന്വേഷിക്കാം അവിടെ. ഓവർ. വെയിറ്റ് ചെയ്യാം. അല്ല, ഇവിടെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താണോ ചേച്ചി? ഡാർവിന്റെ കുട്ടിയിലാണ്. ഏത് ഡാർവിൻ? ഗൊറില്ല ഡാർവിനാണോ? എന്തിനാണ്? കാണാനോ? ചുമ്മാ വെറുതെ. എനിക്ക് ദേവന്. ഹലോ ധർമ്മൻ, ഓവർ. അയ്യപ്പണ്ണ, ഡാർവിൻ. ഡാർവിനാ? അയാളെ കൊച്ചിന് ഉമ്മ കൊടുക്കുന്നു. ഓവറാക്കാതെ പോയാലോ? ഡാർവിൻ നമ്മളെ കണ്ട? ഇല്ല. എന്നാ അവൻ രക്ഷപ്പെട്ടു. പോയാ? ഈ ജന്മന കിഡ്നാപ്പർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ